ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 4 കൊല്ലത്തിൽ കൂടുതലായി ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വന്നിട്ട് എനിക്ക് റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ കിട്ടി വരുന്നൊരു ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിനകത്ത് 10 പോയിൻ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വിശ്വാസത്തിലെല്ലാം കവർ ആയിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് മനസ്സിൽ നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ 2 ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാറുള്ളൂ. അതിനെപ്പറ്റിയും കൂടി ഞാൻ പറയാൻ നോക്കും. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഞാൻ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വന്നു, അത് ഓസ്ട്രേലിയ വന്നിട്ട് വാങ്ങിയതെന്ന്. അപ്പം അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ ഓൾറെഡി പോയിരിക്കുവാണ്, ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് പോവാറായിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, നിങ്ങൾ പുതിയത് വാങ്ങാനിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും ഓസ്ട്രേലിയയിൽ വന്ന് വാങ്ങണമായിരിക്കും നല്ലത്. അത് കുറച്ചുകൂടി ചീപ്പായിരിക്കും, നിങ്ങൾക്ക് കുറേ ഡീൽസ് അവൈലബിൾ ആയിരിക്കും, എസ്പെഷ്യലി സ്റ്റുഡൻസിന്. അതുകൂടാണ്ട് നിങ്ങൾക്ക് EMI എടുക്കാനും പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അല്ല, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല വർക്കാവുന്ന ഒരു ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ മതി തൽക്കാലം. പിന്നീട് നിങ്ങൾക്ക് ഇൻ കേസ് ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് തോന്നുവാണ് കൊള്ളില്ലാണ്ടാവുകയാണ്, അത് ഇവിടെ നിന്ന് വന്നിട്ട് വാങ്ങിച്ചാൽ മതി എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ ചോദ്യം എനിക്ക് കിട്ടുന്നത്, കുറേ പേര് മെസ്സേജ് അയച്ചിട്ട്, ചേച്ചി ഈ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആരെങ്കിലും അറിയോ, ചേച്ചി ഈ കോഴ്സ് പഠിക്കുന്ന ആരെങ്കിലും അറിയോ, അല്ലെങ്കിൽ ചേച്ചിക്ക് ആരെങ്കിലും അറിയോ ഫെബ്രുവരി ഇൻടേക്കിലേക്ക് വരാനിരിക്കുന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ്. നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിനകത്ത് ഇപ്പോൾ 2300 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാവരും ഒന്നുകിൽ കുറേ പേര് ഇവിടെ ഓസ്ട്രേലിയയിൽ ഓൾറെഡി എത്തിയവരുണ്ട്, കുറേ പേര് ഓസ്ട്രേലിയയിൽ വരാനിരിക്കുന്നവരുണ്ട്, കുറേ പേര് ഓസ്ട്രേലിയയെ പറ്റി പഠിക്കുന്നതിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യണം, സംസാരിക്കണം. ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ തന്നെയായിരിക്കും അവർ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ തന്നെ അതേ ഫ്ലൈറ്റിലായിരിക്കും അവർ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒപ്പം വരാനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം അക്കോമഡേഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഓരോ കോഴ്സോ ഓരോ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കണക്ട് ചെയ്യാനും പറ്റിയൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ 2300 കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പറ്റിയ ആരെങ്കിലുമൊക്കെ കാണും, നിങ്ങളുടെ കോളേജോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയൊക്കെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെ മലയാളികൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലൊക്കെ വളരെ കുറവായിരുന്നു. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് എനിക്കതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട്. അതുവഴി ബാക്കിയുള്ളവർക്കും ഈ ഒരു യൂട്യൂബ് ചാനലിനെ പറ്റി അറിയാനും പറ്റും. അപ്പം നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു DM അയക്കാൻ, ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക. അതാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ റീസെൻ്റ്ലി എനിക്ക് ഓസ്ട്രേലിയ കൂടാണ്ട് വേറെ കുറേ രാജ്യങ്ങളുടെ, അതിപ്പോൾ UK ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ന്യൂസിലൻഡ്, അയർലൻഡ്, ജർമ്മനി, ഈ 5 രാജ്യങ്ങളുടെ കമ്മ്യൂണിറ്റി തുടങ്ങുമെന്ന് വെച്ചിട്ട് കുറേ സ്റ്റുഡൻസ് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കൂടി കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ജസ്റ്റ് നെറ്റ്വർക്കിംഗ്. കാര്യം എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാൻ ഞാൻ ആളല്ല, ഓസ്ട്രേലിയനെ പറ്റി പറഞ്ഞു തരാൻ മാത്രമേ ഞാനുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് നമ്മൾ കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ 60-70 സ്റ്റുഡൻസ് ഉണ്ട് ഓരോ കമ്മ്യൂണിറ്റിയിലും. അപ്പോൾ അതിനകത്തേക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതുമ്പോൾ ഏത് രാജ്യമാണെന്നും കൂടി ആ ഹൈഫൻ ഇട്ടിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഫ്രീ പിക്കപ്പിനെ പറ്റിയിട്ടാണ്. ചില കുട്ടികൾ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ചിലപ്പോൾ ഫ്രീ പിക്കപ്പ് ഉണ്ടാവും, എന്നാലും ഊബറോ DDയോ വിളിച്ച് വെറുതെ പൈസ കളയും. അപ്പം നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി മെജോറിറ്റി ഓഫ് ദ ടൈംസ്, എസ്പെഷ്യലി ഇപ്പോൾ GOAT ഉള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഫ്രീ പിക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ വെറുതെ ഊബറോ DDയോ വിളിച്ച് പൈസ കളയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിക്ക സിറ്റുവേഷനിലും ഫാമിലിയോ റിലേറ്റീവ്സോ അങ്ങനെ വേറെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടാണ് പിക്കപ്പ് ചെയ്യാറ്. ഇൻ കേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിനെ വിളിച്ച് അന്വേഷിക്കുക ഇങ്ങനെ ഫ്രീ പിക്കപ്പ് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റിയിലും പോകണം, വേറെ പുറത്തും പോകണം. അതിനൊക്കെ നമുക്ക് ചുമ്മാ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതിനൊരു കാർഡ് വേണം, ട്രാവൽ കാർഡ്. അത് ഓരോ സ്റ്റേറ്റിലും ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ഓർക്കുന്നത് പെർത്തിലായിരുന്നപ്പോൾ അത് ട്രാൻസ്പെർത്ത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ പേരെന്ന് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മെൽബണിൽ അതിൻ്റെ പേര് മൈക്കി എന്നാണ്. അപ്പം നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ട്രാവൽ കാർഡിൻ്റെ ഇതൊക്കെയൊന്ന് അന്വേഷിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ മൈക്ക് കിട്ടണമെങ്കിൽ നമുക്ക് 7-Eleven അങ്ങനത്തെ കൺവീനിയൻസ് സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ $15 തോന്നുന്നു ആ ഒരു കാർഡ് കിട്ടും. പിന്നെ നമുക്ക് അതിനകത്തേക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്, എത്ര പൈസയാണ് വേണ്ട അത്ര പൈസയ്ക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ അത് പോയി മേടിക്കുക. മേടിച്ചില്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും, പക്ഷേ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഫൈനായിരിക്കും. അപ്പോൾ വെറുതെ എന്തിനാ, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ അവിടെയുള്ള ട്രാവൽ കാർഡ് ഏതാണോ അത് എടുക്കുക. യൂഷ്വലി കൺവീനിയൻസ് സ്റ്റോറോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിലോ ഇത് അവൈലബിൾ ആണ്.
അപ്പം അതിന് കാർഡിന് ഇത്ര രൂപ, ഇപ്പം ഞാൻ പറഞ്ഞത് $15. ഇപ്പം ഇൻ കേസ് നിങ്ങൾ അത് അതിനകത്ത് പിന്നെ റീചാർജ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഓട്ടോ ലോഡിന് ഓപ്ഷൻ ഉണ്ട്. അതാകുമ്പോൾ നിങ്ങൾ തന്നെ തീർന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൊക്കോളും. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ ആ കാർഡ് നഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ $15 കൊടുത്ത് അത് മേടിക്കേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനാണ് മൈക്കിയുടെ അല്ലെങ്കിൽ ട്രാവൽ കാർഡിന്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. അടുത്ത എനിക്ക് പറയാനുള്ളത് സിം കാർഡിനെ പറ്റിയിട്ടാണ്. സിം കാർഡിനെ പറ്റി പറയാൻ നേരത്ത് കുറേ പേര് ഇങ്ങനെ കുറേ പൈസ കൊടുത്തിട്ട് കുറേ നെറ്റ്വർക്ക് ഒക്കെ ഉള്ളത് എടുക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല. കാര്യം നിങ്ങൾ ജോലിക്ക് പോകണമെങ്കിൽ അവിടെ ഉണ്ടാവും ഫ്രീ വൈഫൈ, യൂണിവേഴ്സിറ്റി പോയി അവിടെ ഫ്രീ വൈഫൈ ഉണ്ടാവും, സിറ്റിയിലുണ്ട് ഫ്രീ വൈഫൈ, നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തുണ്ടാവും ഫ്രീ വൈഫൈ. അപ്പം നിങ്ങൾ ഭയങ്കര പൈസ കൊടുത്ത് സിമ്മൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ആരുടെയിൽ കുറച്ചുകൂടി ചീപ്പായിട്ടുള്ള സിമ്മൊക്കെ കിട്ടും. അത് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എൻ്റെ കറണ്ട് സിം എന്ന് വെച്ചാൽ ബൂസ്റ്റ് ആയിരുന്നു. പണ്ട് എനിക്കൊന്നും ലിബാറെ ആയിരുന്നു. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ സിമ്മിൻ്റെ എന്ന് പറയാൻ നേരത്ത്. പക്ഷേ നിങ്ങൾ ചീപ്പായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ എല്ലായിടത്തും വൈഫൈ ഉണ്ട്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആക്ടിവേറ്റ് ചെയ്യുക. നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടാണ് വന്നത്. പക്ഷെ അത് തന്നെ ആക്ടിവേറ്റ് ആവത്തില്ല. അത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ തന്നെ ആക്ടിവേറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇമെയിൽ കിട്ടും നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ. അതിനകത്ത് ഇമെയിലിൽ ഒരു ലിങ്ക് ഉണ്ടാകും, അതിനകത്ത് കയറി ആക്ടിവേറ്റ് ചെയ്യണം. അത് ഞാൻ ഇപ്പോൾ പറയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളോട് ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് സിം കാർഡ് എടുത്തു കഴിഞ്ഞിട്ടെന്നുള്ള രീതിയിൽ ഈ ഒരു ഓപ്ഷൻ വച്ചേക്കുന്നത്. അപ്പം അതിനകത്ത് ഇത്ര അത്യാവശ്യം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റുവാണ്, നമ്മുടെ ഇത് ആക്ടിവേറ്റ് ആയിട്ടില്ലെങ്കിൽ ഇത് വളരെ പണിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇതിനകത്ത് വേറെ പൈസയൊന്നും കൊടുക്കണ്ട. ഇതിൻ്റെയൊക്കെ പൈസ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടേക്കാണ്. ജസ്റ്റ് ഫ്രീ ആണ് ഇതിനുള്ളത്. ഇതിനൊരു കാർഡ് ഉണ്ട്. അത് യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റൽ വഴി അയച്ചു തരും. ഇപ്പം എൻ്റെ കേസൊക്കെ ആണെങ്കിൽ എനിക്കൊരു ഡിജിറ്റൽ കാർഡ് മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല. നമുക്ക് ആ ഒരു ഡിജിറ്റൽ കാർഡ് ഉണ്ടെങ്കിൽ അതും യൂസ്ഫുൾ ആണ്. അപ്പം അതെന്തായാലും ആക്ടിവേറ്റ് ചെയ്തിടാനായിട്ട് ശ്രമിക്കാം. ഇപ്പം ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അതിനകത്ത് $50 ആയി. അപ്പം നമുക്കത് ക്ലെയിം ചെയ്യണമെങ്കിലൊക്കെ ഇത് ആക്ടിവേറ്റ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഓരോ ഇതിനും ഹെൽത്ത് ഇൻഷുറൻസിനും ഓരോ ആപ്പ് ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾ അവരുടെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണെന്നാണ്. യൂഷ്വലി അവർ ചോദിക്കും സ്റ്റുഡൻ്റ് ആണോ അല്ലേന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഫീ എന്നുള്ള രീതിയിൽ നിങ്ങൾ മേടിക്കും. സ്റ്റുഡൻസിന്, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഈ ഒരു സംഭവം ഫ്രീ ആണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒറ്റ പൈസയും കൊടുക്കണ്ട. യൂഷ്വലി എല്ലാവരും എടുത്തു വരുന്നത് കോമൺവെൽത്ത് അല്ലെങ്കിൽ എയിംസഡ് ആണ്. എൻ്റെ കോമൺവെൽത്ത് ബാങ്ക് ആണ്. എനിക്കത് കുറച്ചുകൂടി എയിംസഡിനേക്കാളും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെടുത്തത്. അപ്പോൾ അവർ ഒരു ID ചോദിക്കുക. അപ്പോൾ എന്തായാലും പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. അവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും അതുകൂടാതെ നിങ്ങളുടെ ഫോൺ നമ്പറും യൂഷ്വലി അഡ്രസ്സും ചോദിക്കാറുണ്ട്. ഇത് 3 കാര്യങ്ങളും മതി. പിന്നെ അക്കൗണ്ട് തുടങ്ങാൻ നേരത്തെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 2 അക്കൗണ്ട് കൊടുക്കാം. അതായത് ഒരു മെയിൻ അക്കൗണ്ട്, അതായത് നമ്മുടെ കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും. ഇപ്പോൾ കോമൺവെൽത്തിൻ്റെ പറയാൻ നേരത്ത് എൻ്റെ കറണ്ട് അക്കൗണ്ടിനോട് അറ്റാച്ച്ഡ് ആയിട്ട് എനിക്കൊരു സേവിങ്സ് അക്കൗണ്ട്. എൻ്റെ പേരാണ് നെറ്റ് സേവർ എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു സേവിങ് അക്കൗണ്ട് സൈഡിൽ അവർ തന്നെ ഹെൽപ്പ് ചെയ്ത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ നമ്മൾ പിന്നീട് ഫ്യൂച്ചറിൽ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങണം എങ്ങനെയാണ് അത് ഇതാണെന്ന് നോക്കി നടക്കേണ്ട. അവർ തന്നെ ഹെൽപ്പ് ചെയ്ത് അത് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ $500 കൊണ്ട് $500 അങ്ങനെ തന്നെ കൊണ്ടുപോയി അക്കൗണ്ടിട്ട് ഇടരുത്. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ ഐഫോണൊന്നും അല്ല. ചിലവർക്ക് ഇങ്ങനെ ടാപ്പ് ആൻഡ് പേ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവത്തില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള പൈസ മൊത്തം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് കിട്ടാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്തെടുത്ത് ചിലവാക്കും? കാര്യം ഡെബിറ്റ് കാർഡ് കിട്ടാണ്ട് നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റത്തില്ലല്ലോ പൈസ. അപ്പം നിങ്ങളുടെ ആപ്പിൾ പേ ഒക്കെ ഉള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫുള്ള് പൈസ ബാങ്ക് അക്കൗണ്ടിൽ ഇടേണ്ട ആവശ്യം ഇല്ല എന്ന് ഞാൻ പറയും. ഈവൻ നിങ്ങൾക്ക് ആപ്പിൾ പേ ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു ക്യാഷ് നിങ്ങൾ സൈഡിൽ വയ്ക്കുക. ഫുള്ള് $500 കിട്ടി $500 അവിടെ കൊണ്ടുപോയി അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടരുത്. കുറച്ച് സൈഡിലേക്ക് വയ്ക്കുക. അപ്പോൾ 2 ആഴ്ചയാണ് ഡെബിറ്റ് കാർഡ് വരാൻ അല്ലെങ്കിൽ നമ്മുടെ ATM കാർഡ് വരാനായിട്ട് ഇരിക്കുന്നെങ്കിൽ ആ 2 ആഴ്ചത്തേക്കുള്ള ചിലവെന്നുള്ള രീതിയിൽ കുറച്ച് നമ്മുടെ കയ്യിൽ വച്ചിട്ട് മാത്രം ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത് എനിക്ക് പറയാനുള്ളത് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിപ്പോൾ നിങ്ങളുടെ എൻറോൾമെൻറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID ആയിക്കോട്ടെ, നിങ്ങളുടെ സെൻസസ് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അതൊക്കെ അറിഞ്ഞു വെക്കുക. ചില നേരത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എത്തിയെന്ന് അവർക്കൊരു ധാരണ എന്തായാലും കൊടുക്കുക. കാര്യം ഞാനിവിടെ എത്തി എന്നുള്ള രീതിയിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും എൻറോൾമെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്. അപ്പം നമുക്ക് 4 യൂണിറ്റാണ് യൂഷ്വലി എൻറോൾ ചെയ്യുന്നത്. അതിനകത്ത് യൂഷ്വലി വരുന്നത് ഓരോ കോഴ്സിനും ഓരോ രീതിയിലാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോർ യൂണിറ്റും 3 ഓപ്ഷണൽ യൂണിറ്റും ഒക്കെയാണ് വരുന്നത്. അപ്പം ചില കുട്ടികൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓപ്ഷണൽ യൂണിറ്റ് അറിയാണ്ട് എടുത്തു വയ്ക്കുക. അങ്ങനെ വരാനകത്ത് പ്രോപ്പർലി എൻറോൾ ആവാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 യൂണിറ്റാണ് 4 യൂണിറ്റിന് പകരം എൻറോൾ ആയിട്ടുള്ളൂ. ചില സിറ്റുവേഷനിൽ
ക്ലാഷ് വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. അങ്ങനെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് അപ്പം തന്നെ ചെല്ലുമ്പോൾ തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓരോ ഡേറ്റ് ഉണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യണതിന്. അപ്പം നിങ്ങൾ ഈ ഡേറ്റിന് മുന്നേ എൻറോൾ ആയില്ലെങ്കിൽ എൻ്റെ കേസിൽ ഞാൻ ഓർക്കുന്നുണ്ട് $300 ഫൈൻ വന്നത് UW എന്ന്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് ഇരിക്കുന്നത്. അപ്പോൾ അവരോട് സംസാരിക്കുക. നിങ്ങളുടെ സ്റ്റുഡൻറ് ID എടുക്കുക. അത് ജസ്റ്റ് അവരുടെ സ്റ്റുഡൻറ് ഡെസ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. അവർ സിമ്പിളായിട്ട് ഹെൽപ്പ് ചെയ്യും സ്റ്റുഡൻറ് ID എടുക്കാനായിട്ട്. ഈ സമയത്തൊക്കെ നിങ്ങളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ID കൈവയ്ക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ നിങ്ങൾ എല്ലാ യൂണിറ്റിലും എൻറോൾ ആയി എന്ന് ഉറപ്പ് വരുത്തണം വരെ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ അവരത്രയും ഇൻട്രസ്റ്റ് കാണിക്കണം എന്നില്ല. അപ്പം അതായത് അത്രയും നമ്മളായിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് നമ്മൾ റെഡി ആവണം. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ള അധികം ആരും ചെയ്തു വരാത്ത ഒരു സംഭവമാണ്. അതായത് യൂഷ്വലി നമ്മളിപ്പോൾ ഇവിടെ വന്നു എന്ന് ഇവർക്ക് മനസ്സിലാവും. പക്ഷെ നാട്ടിലുള്ള ഗവൺമെന്റിന് നമ്മൾ ഇവിടെ എത്തി എന്ന് പറയണമല്ലോ അവരോട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മദത്തിൽ നിന്ന് നമ്മൾ പറയുമല്ലോ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കവറിന്റെ ആയിക്കോട്ടെ എന്തെങ്കിലും കേസിൽ നിങ്ങൾക്ക് അവരുടെ നിന്ന് എന്തെങ്കിലും ഹരാസ്മെന്റോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന ആ ഒരു ആളുകളാണ് ഈ മദത്.com ഇരിക്കുന്ന നാട്ടിലെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. അവർക്കപ്പം നമ്മളെ പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു സംഭവത്തിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ TFN അല്ലെങ്കിൽ ABN. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യണമെങ്കിൽ ഇതില്ലാണ്ട് പറ്റത്തില്ല. ഇപ്പം TFNന്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ടാക്സ് ഫയൽ നമ്പർ, ABN ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ എന്നുള്ള രീതിയിൽ. ഇതിനകത്ത് TFNും ഇതും ഫ്രീ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഒറ്റ പൈസ നിങ്ങൾ കൊടുക്കേണ്ട. ചില വെബ്സൈറ്റിൽ പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഒരു ഒറ്റ പൈസ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അറിയാണ്ട് കൊണ്ടേ പൈസ കളയരുത്. അപ്പം ജസ്റ്റ് ഓൺലൈൻ സെർച്ച് ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ABN നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പം തന്നെ നമുക്ക് കിട്ടും. TFN എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഓൺലൈനാണ്, ഡിജിറ്റൽ ഫോമാറ്റാണ്. അതിനകത്ത് നമുക്ക് വേറെ ഫിസിക്കൽ കാർഡ് അങ്ങനെയൊന്നും കിട്ടത്തില്ല. TFN എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റൽ വഴി അയച്ചു കിട്ടും. പക്ഷെ നമുക്ക് നമ്പർ കാണാൻ പറ്റും ഏത് നമ്പറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. TFN യൂഷ്വലി നമ്മൾ ഏതെങ്കിലും എംപ്ലോയറുടെ താഴെ വർക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് അതിപ്പോൾ മെക്ഡൊണാൾഡ്സോ KFCയോ അങ്ങനെ വല്ലത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. ABN എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെലിവറി ജോബ്സ് അതായത് ഊബർ ഈറ്റ്സോ ഊബർ ഓടുമ്പോഴോ ഡെലിവറോ ഡോഡാഷോ അങ്ങനെ വല്ലതും ചെയ്യുമ്പോൾ വേണ്ടതാണ് ഈ ABN എന്ന് പറഞ്ഞത്. ABN നമ്മൾ തന്നെ ടാക്സ് അടയ്ക്കും. TFN നമ്മുടെ എംപ്ലോയർ നമ്മുടെ നിന്ന് പിടിച്ചിട്ട് സാലറിക്ക് മുന്നേ പിടിച്ചിട്ട് ടാക്സ് അടയ്ക്കും. ശരിക്കും പറഞ്ഞാൽ TFN എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പേ വരുമ്പോഴും പോകും. ABNന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം പണിയെടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻ്റെ ആകുമ്പോൾ അവരൊരു ടാക്സ് നമ്മളോട് പറയും ABNന്റെ. അത് മൊത്തം കൂടി ഒരുമിച്ച് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തടയ്ക്കേണ്ടി വരും. അതിന് പറ്റും TFN എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഓരോ പേ വരുമ്പോൾ തന്നെ പൊക്കോളും. ഇതല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു എമൗണ്ട് നമ്മൾ ABNന്റെ സമയത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയണം, നിങ്ങൾ ഇനി ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഊബർ ഈറ്റ്സോ അല്ലെങ്കിൽ ഊബറോ അങ്ങനെ എന്തെങ്കിലും ഓടാനായിട്ടോ അല്ലെങ്കിൽ ഡെലിവറി ജോബ്സ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ചില സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഊബർ ഈറ്റ്സിനൊന്നും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഇത്ര ലിമിറ്റ് വെച്ചിരുന്ന സിറ്റുവേഷൻ. അപ്പം നിങ്ങൾ വരുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിടുക. ചിലപ്പോൾ കുറേ സമയം എടുക്കും. നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പിന്നീട് ചിലപ്പോൾ ഓർഡറിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെയും 3-4 മാസം വെയിറ്റ് ചെയ്യുന്നതൊക്കെ നല്ലത്. വരുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നീട് അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ പറ്റിയിട്ടാണ്. ഇത് യൂഷ്വലി പ്രൊഫഷണൽ ജോബ്സിന് വരാൻ നേരത്ത് നമുക്ക് നെറ്റ്വർക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഫീൽഡിൽ ആരൊക്കെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെ പഠിച്ചിട്ടുണ്ടോ അവരുമായിട്ടൊരു കണക്ഷൻ വെക്കുക. പിന്നീട് നമുക്ക് ഒരു ഇൻറ്റേൺഷിപ്പിനാണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇൻറ്റേൺഷിപ്പിനോ ജോലിക്കോ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു റെഫറൻസിന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ ഇത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ഉണ്ടോ. ലിങ്ക്ഡിനിലാകുമ്പോൾ നമ്മുടെ ഫീൽഡിൽ കുറേ ഇൻറ്റേൺഷിപ്പ് കാണും, കുറേ റിക്രൂട്ടേഴ്സിനെ കാണാം. അപ്പോൾ അവരുമായിട്ടൊരു കണക്ഷൻ ഇപ്പോഴേ വയ്ക്കണേ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇൻറ്റേൺഷിപ്പിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവരുടെ റെഫറൻസ് വയ്ക്കാൻ പറ്റുന്ന രീതിയാവും. പക്ഷെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയമാകുമ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അവർക്ക് നെക്സ്റ്റ് മെസ്സേജ് അയക്കുവാണ് ഇതിന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു താല്പര്യം കാണില്ല. ഒരു ഇൻറ്റേൺഷിപ്പിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ആ ഒരു ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പോഴേ ഒരു കണക്ഷൻ വെക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ഫീൽഡിൽ പഠിച്ചൊരു ചേട്ടൻ അപ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ കോഴ്സ് 1 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പഠിച്ചിറങ്ങി ജോലിയിലായിരിക്കും. അപ്പോൾ ആ ഒരു കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ എന്നാ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ ജോലി കിട്ടാതെ ആച്ചൻ്റെ റെഫറൻസ് വയ്ക്കാനോ ചില സിറ്റുവേഷൻ ആ ചേട്ടൻ പറഞ്ഞ് ജോലി കിട്ടാൻ വരെ ചാൻസ് ഉണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക, ആളുകളായിട്ട് കണക്ട് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇത് റിലേറ്റഡ് തന്നെയാണ്. ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടാണ്.
നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും ഇന്ത്യൻസ് ഇൻ മെൽബൺ, ഇന്ത്യൻസ് ഇൻ പെർത്ത്, ജോബ്സ് ഇൻ മെൽബൺ, ജോബ്സ് ഇൻ വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെ ഗ്രൂപ്പുണ്ടോ ആ ഗ്രൂപ്പിലൊക്കെ ചേരാം. നിങ്ങൾക്ക് ഇത് കൂടാണ്ട് ജോബ്സ് എന്നുള്ള രീതിയിലല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കെയറർ ജോബ്സിൻ്റെ കെയറർ ജോബ്സ് എന്ന് പറഞ്ഞിട്ട്, കെയറർ ജോബ്സ് ഇൻ മെൽബൺ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാവും. സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗ്രൂപ്പിൽ പെട്ടെന്ന് ഒരാൾ വരാതിരിക്കുകയാണെങ്കിൽ ആളുകൾ ഇടും ആർക്കെങ്കിലും വന്ന് ഈ ഷിഫ്റ്റ് എടുക്കാവോ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇത് നല്ലതാണ്. എല്ലാ 10 പോയിന്റ് കവർ ചെയ്ത് ഇൻ കേസ് ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്ര ഓക്കെ അല്ല, ഞാൻ കുറച്ച് സിക്കാണ്, അത് കാരണം വലിയ സൂപ്പറായിട്ടൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ എല്ലാവരും ഹാപ്പി ഡേക്കാൻ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കാണുന്നവരെ